രാജകുമാരി ലീല കൊട്ടാരത്തിലെ ജനാലകളിലൂടെ അത്ഭുതവനത്തെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്തു മനോഹരമാണ് ആ വനം. എന്നോട് എന്തോ കഥ പറയുന്നത് പോലെ തോന്നുന്നു. ഒരിക്കൽ ഞാൻ തീർച്ചയായും ആ അത്ഭുതവനത്തിൽ പോകും. രാജകുമാരി, അത്ഭുതവനം നിന്നെ കാത്തിരിക്കുകയാണ്. നീ സംസാരിക്കുമോ? ഞാൻ അത്ഭുതവനത്തിൽ നിന്നും വരികയാണ് രാജകുമാരി. അവിടെ എല്ലാം അത്ഭുതങ്ങളാണ്. ഞാനും വരാം നിന്റെ കൂടെ വനത്തിലേക്ക്. രാജകുമാരിയും അണ്ണാനും വന കവാടത്തിൽ എത്തിച്ചേർന്നു. അവിടെ അവർ ഒരു വൃക്ഷത്തെ കണ്ടുമുട്ടി. രാജകുമാരി ലീല, എന്തിനാണ് വനത്തിൽ പ്രവേശിക്കുന്നത്? അത്ഭുതവനത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ. നീ സത്യസന്ധയാണ്. അകത്തേക്ക് പ്രവേശിച്ചോളൂ രാജകുമാരി. തികച്ചും അത്ഭുതം തന്നെ. നോക്കൂ രാജകുമാരി, വനം നിന്നെ സ്വാഗതം ചെയ്യുന്നു. രാജകുമാരിയും അണ്ണാനും ഒരു പ്രകാശമുള്ള നദിയെ കണ്ടുമുട്ടുന്നു. രാജകുമാരി, ഈ നദി കടക്കുവാൻ കുമാരി ഒരു പാട്ട് പാടണം. പാട്ടോ? എനിക്ക് പാടാൻ അറിയില്ല. ഹൃദയത്തിൽ നിന്നും പാടിയാൽ നദി കടക്കുവാനുള്ള മാർഗം തന്നെ തെളിഞ്ഞു വരും. രാജകുമാരി കണ്ണടച്ച് മനോഹരമായി പാട്ടുപാടി. നോക്കൂ രാജകുമാരി, നദിയും നമുക്ക് വഴി നൽകി. രാജകുമാരിയും അണ്ണാനും ഏറെ ദൂരം മുമ്പോട്ട് നടന്നു. അവിടെ അവർ ഒരു മൂങ്ങയെ കണ്ടുമുട്ടി. രാജകുമാരി, അത്ഭുതവനം സത്യമുള്ളവർക്കും ധൈര്യമുള്ളവർക്കും മാത്രമാണ് വഴി തുറന്നിട്ടുള്ളത്. ഞാൻ സത്യവും ധൈര്യവും ഉള്ളവളാണ്. അത്ഭുതവനത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ വന്നതാണ്. താങ്കൾ എന്നെ മുൻപോട്ട് പോകുവാൻ സഹായിക്കാമോ? തീർച്ചയായും. ഇത് പ്രകാശം നിറഞ്ഞ ഊർജമാണ്. ഇത് നിന്നെ വഴി കാണിക്കും. താങ്കൾക്ക് വളരെയധികം നന്ദി. ഊർജം എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാകും. കുറച്ചു ദൂരം നടന്നപ്പോൾ രാജകുമാരി വനത്തിലെ സംരക്ഷകനായ സിംഹത്തെ കണ്ടുമുട്ടി. രാജകുമാരി ലീല, എന്തിനാണ് വനത്തിൽ പ്രവേശിച്ചത്? സ്നേഹത്തോടും സത്യത്തോടും ധൈര്യത്തോടും ജീവിക്കുവാനുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനാണ് ഞാൻ വന്നത്. നീ വിശ്വസനീയാണ് രാജകുമാരി. വനം നിന്നോടൊപ്പമുണ്ട്. രാജകുമാരി, നോക്കൂ, ഇതാണ് അത്ഭുതവനത്തിന്റെ ഹൃദയം. അത്ഭുതമായിരിക്കുന്നു. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രകാശം നിറഞ്ഞ കല്ല്. അത്ഭുതവനം നിനക്ക് സമ്മാനിക്കുന്നത് അതാണ് രാജകുമാരി, സ്നേഹത്തിന്റെ പ്രകാശം. അങ്ങനെ രാജകുമാരി കൊട്ടാരത്തിൽ തിരിച്ചെത്തി. ലീല, നീ എവിടെയായിരുന്നു? അത്ഭുതവനത്തിൽ പോയി സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രകാശം കൊണ്ടുവന്നു. നീ ഇന്നൊരു രാജകുമാരിയല്ല, രാജ്യത്തിന്റെ പ്രകാശമാണ്. നാം എല്ലാം സ്നേഹത്തോടും സന്തോഷത്തോടും ജീവിക്കണം. അത്ഭുതവനം നമ്മോടൊപ്പം ഉണ്ടാകും.